പ്രിയരെ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് ഒരു പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് അറിയോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു, ഐ ഡിഡ് ഇറ്റ്, ഐ കിൽഡ് എ സ്നേക്ക്, ഓക്കെ, ഐ ഷോഡ് ദം എ ഫിലിം, ഐ ഷോഡ് ദം my earnings, I told them a story, they gave me a beautiful gift. ഇങ്ങനെയൊക്കെ പറയുന്ന സിമ്പിൾ പാസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സെന്റൻസിന്റെ തുടക്കക്കാരായിട്ട് വരുന്ന സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സാധനത്തിന്റെ എണ്ണം നോക്കിയിട്ട് വേണം നമുക്ക് അതിന്റെ വെർബിന് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണമായിട്ട്, അവൻ സ്ഥിരം ഒരു സ്ഥലത്ത് പോകാറുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഹി ഗോസ് ടു ഹോസ്പിറ്റൽ, ഹി ഗോസ് ടു ഹോസ്പിറ്റൽ, ഹി ഗോസ് ടു ഹോസ്പിറ്റൽ. ഹീക്ക് പകരം ദേ ആണെങ്കിലോ ദേ ഗോ ടു ഹോസ്പിറ്റൽ എന്നാണ്. അപ്പൊ ആ ഗോന്റെ മുകളിൽ ഒരു സിംഗുലർ ആകുമ്പോൾ ഹി, ഷീ എന്നൊക്കെ പറയുമ്പോൾ ഗോസ് എന്നാക്കി. പ്ലൂറൽ ആകുമ്പോഴോ ദേ, വി, ഗേൾസ്, ബോയ്സ്, പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറൽ ആകുമ്പോഴോ ഗോ എന്നാക്കി. അപ്പം ഐ, വി, യു, ദേ, ഇറ്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് പിന്നെ ഉപയോഗിക്കണ ആ ഗോ, കം, ഈറ്റ്, ഡ്രിങ്ക് എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ എസ് ചേർക്കുന്നു, ചിലപ്പോൾ ഒഴിവാക്കുന്നു. സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കുന്നു, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ എസ് ഒഴിവാക്കുന്നു. എന്നാൽ ഇതേ സംഭവം തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് എടുക്കാം. അതായത് ഞാൻ അവിടെ പോയി, ഐ വെന്റ് ദർ, അവൻ അവിടെ പോയി, ഹി വെന്റ് ദർ, അവൾ അവിടെ പോയി, ഷീ വെന്റ് ദർ, അവരവിടെ പോയി, ദേ വെന്റ് ദർ. And we watched many things. We watched a film. We watched a film. He watched a film. She watched a film. They watched a film. Okay? They stopped the program. They stopped the program. I stopped the program. He stopped the program. They stopped the program. And she stopped the program. People stopped the program. അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അവിടെ ഐ, വി, യു, ദേ എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പറയണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഐ, വി, യു, ദേ ആകുമ്പോഴേ ഈ സ്റ്റോപ്ഡ് അതിന്റെ ടെൻസിന് അതിന് സിംഗുലറും പ്ലൂറലും കാണിക്കാൻ വേണ്ടി ആ ക്രിയയിൽ നമ്മളൊരു വ്യത്യാസം വരുത്തില്ല. എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിനെ വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ആ വെർബിനെ ഉപയോഗിക്കാം. ഈ അറിവ് ഒരു പുതുമയുള്ളതാണ്. കാരണം ഇംഗ്ലീഷിലെ പൊതു നിയമങ്ങൾക്ക് വ്യത്യാസപ്പെടുന്ന ഒന്നാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടാവുക. They told a story. I told a story. I ആയാലും ദേ ആയാലും. എന്നാൽ ഇത് പ്രസന്റ് ടെൻസിലാണെങ്കിലോ, സി നോക്കൂ, he tells a story. അയാൾ കഥ പറയാറുണ്ട്. I tell a story എന്നാണ് പറയുന്നത്. ഞാനൊരു കഥ പറയാറുണ്ട്. പ്രസന്റ് ടെൻസിൽ ഇപ്പൊ നടക്കുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ. ബട്ട് ഇൻ പാസ്റ്റ് ടെൻസ് they told me an event. They told me a story. He told me the same thing. Everybody told the same thing. And okay, we consulted, he consulted, they consulted. ഈ കൺസൾട്ടഡ് ED തന്നെയാണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ വെച്ച് കാച്ച എന്ത് നോക്കണ്ട, സിംഗുലറും പ്ലൂറലും പറയാൻ നോക്കുകയേ വേണ്ട. ആരുടെ? സബ്ജക്റ്റിന്റെ. എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദാഹരണമായിട്ട് കണ്ടു, ആരാ കണ്ടത്? ഹി സോ, ഷീ സോ, ദേ സോ, ഐ സോ, വി സോ. അതേസമയത്ത് ഇത് പ്രസന്റൻസിലാണെങ്കിലോ ഐ സി, യു സി, വി സി, ഹി സീസ്, ഷീ സീസ് എന്ന് പറയണം. ഈ വ്യത്യാസം സിമ്പിൾ പാസ്റ്റിൽ ഇല്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തും ആക്കിയിട്ട് മാറ്റുമ്പോൾ ഈ വ്യത്യാസം പ്രകടമാണ് താനും. ഓക്കെ, ഉദാഹരണമായിട്ട് they showed me a film. എ ഫിലിം
വാസ് ഷോഡ് എന്നാണ് കാണിക്കുന്നത്. എ ഫിലിം വാസ് ഷോഡ്. ആ 2 ഫിലിംസ് ആണെങ്കിലോ 2 ഫിലിംസ് വേർ ഷോഡ് ആവും. അപ്പൊ പാസീവ് വോയിസിലാണ് പറയുന്നതെങ്കിൽ അവിടെ വീണ്ടും അയാൾ കടന്നു വരും. ഈ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം കടന്നു വരും. ആക്റ്റീവ് വോയിസിൽ സാധാരണ നോർമലി നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ടതില്ല? ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിന്റെ എണ്ണം നോക്കേണ്ടതേ ഇല്ല. എന്നാൽ സിമ്പിൾ പാസ്റ്റ് തന്നെ പാസീവ് വോയിസിൽ പറയുമ്പോൾ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒബ്ജക്റ്റിന്റെ എണ്ണം നോക്കിയിട്ട് അതിന്റെ പാസീവ് ഫോമില് ഒന്നുകിൽ വാസ്, സിംഗുലർ ആണെങ്കിൽ വാസ് എന്നും പ്ലൂറൽ ആണെങ്കിൽ വേർ എന്നും ചേർത്തിട്ട് അതിന്റെ മൂന്നാമത്തെ രൂപം ചേർത്തിട്ടാണ് പറയാൻ നിങ്ങൾക്കറിയാം. അതിന്റെ എന്താണ് PPT, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർത്തിട്ടാണ് പറയുക. അവിടെ സിംഗുലറും പ്ലൂറലും നോക്കണം, ഒബ്ജക്റ്റ് എണ്ണം നോക്കണം. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടതില്ല? അതിന്റെ എണ്ണം നോക്കിയിട്ട് ടെൻസിന് നിങ്ങൾ ആ ക്രിയയിൽ നിങ്ങൾ എസ് ചേർക്കാതിരിക്കുക, ഇങ്ങനത്തെ യാതൊന്നും വേണ്ട. നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ഇറസ്പെക്റ്റീവ്ലി ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്ന് തുടങ്ങുന്ന സബ്ജക്റ്റിനൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒരു പുതിയ അറിവാണ്. സോ കീപ് ഇറ്റ്.